ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ വാഴ സിനിമ കാണാൻ പോവാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പടമാണെന്ന്. അപ്പം നമ്മൾ ഇതേ നാലാളും കൂടെ വാഴ സിനിമ കാണാൻ പോവുകയാണ്. വൈകുന്നേരം 6 മണിത്തെ ഷോയ്ക്കാട്ടോ പോണത്. നമ്മുടെ ചുണ്ണാമ്പത്തറയിലുള്ള CNCV തിയേറ്ററിൽ തന്നെയാണ് പോണത്. ഇവർ 3 ആൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കിരിക്കാൻ സ്ഥലമില്ല ഗൈസ്. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തതേ നമ്മുടെ തിയേറ്ററിൽ എത്തി. ടിക്കറ്റ് എടുത്ത് സ്നാക്സും പോപ്കോണും വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ തിയേറ്ററിൽ കയറി കേട്ടോ. കാരണം കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യമല്ല, ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. കാരണം ഓൺലൈൻ ടിക്കറ്റ് ചെയ്യാതെ നേരിട്ട് വന്നാൽ ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാ സീറ്റിലും ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ഇൻ്റർവെല് വരെ ഫുൾ കോമഡിയാണ്. നമ്മൾ ചിരിച്ച് ഒരു വഴിയാവും കേട്ടോ. നല്ല അടിപൊളി പടമായിരുന്നു. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ഭയങ്കര ഒരു സങ്കടമൊക്കെ ആവും കേട്ടോ. കാരണം നമ്മളുടെ ഒരു കൂടപ്പിറപ്പുകളും ഫ്രണ്ട്ഷിപ്പും അതിൻ്റെയൊക്കെ ഒരു വില അറിയുന്ന നല്ലൊരു അടിപൊളി പടമാണ് കേട്ടോ. പിന്നെ അതേ ഇൻ്റർവെല്ലിന് ഞാൻ പപ്സും കാപ്പിയൊക്കെ കേട്ടോ മേടിച്ചത്. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിരുന്ന് കാണാൻ പറ്റിയൊരു അടിപൊളി പടമാണ് കേട്ടോ. കാരണം ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണണം. അത്രയും നല്ല സൂപ്പർ പടമാണ്. അപ്പോഴത്തെ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് നമ്മുടെ സൂഫി മന്തിയിലോട്ടാട്ടോ. മണിക്കുട്ടൻ്റെ കാര്യം അറിയാലോ, അവന് പപ്പ വന്നാൽ അപ്പം മന്തി വേണം. അപ്പം ഞങ്ങൾ മന്തിക്കടയിൽ കയറിയിട്ട് നല്ല ചൂടുള്ള നോർമൽ മന്തി ആട്ടോ മേടിച്ചത്. മന്തി കഴിച്ചു. തിങ്കളാഴ്ച ആയതുകൊണ്ട് ഏട്ടൻ ഞോണൊന്നും കഴിക്കില്ല കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ എന്ത് തിങ്കൾ, എന്ത് വെള്ളി, എന്ത് ശനി അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും മന്തി കഴിച്ചു. ഏട്ടൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് ആട്ടോ മേടിച്ചത്. ഹാഫ് മന്തി ആട്ടോ മേടിച്ചുള്ളൂ. കാരണം ഞങ്ങൾ 3 പേരല്ലേ കഴിക്കുന്നുള്ളൂ. കുഞ്ഞാറ്റ് പിന്നെ അത്രയധികം കഴിക്കില്ല, വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പം ചിക്കൻ ഞാൻ അവളും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ആകെ 2 പീസേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മണിക്കുട്ടൻ പിന്നെ മന്തി കണ്ട ഒരു രക്ഷയില്ല. അവൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളൂ, മന്തി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. ടാറ്റാ ബൈ, see you.